والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിച്ചുകൊള്ളുന്നു. സഹാബികളിലൂടെ എന്ന എല്ലാ ആഴ്ചയും നടക്കാറുള്ള ക്ലാസിന്റെ തുടർച്ചയാണ്, രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന ദീന് ഏറ്റെടുക്കുവാനും അത് സത്യസന്ധമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും പര്യാപ്തരായ ഒരു സമൂഹത്തെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരിക്കലും യാദൃച്ഛികമായി സംഭവിച്ചതല്ല അത്. ഈ ഉമ്മത്ത് അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് എന്തെല്ലാം നന്മകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ആ നന്മകളൊക്കെ തന്നെ അതിന്റെ ശരിയായ രൂപത്തിലും പൂർണ്ണമായ രൂപത്തിലും നമുക്ക് കൃത്യമായി ദർശിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത സഹാബത്ത്. മാത്രമല്ല, അതിനേക്കാളുപരിയായി ഉമ്മത്ത് മുഹമ്മദിന് ലഭിക്കാത്ത ചില പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതകളും പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളും അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ വളർത്തിയെടുത്ത സഹാബത്ത് ഈ ദീനിനെ നമുക്ക് എത്തിച്ചു തന്ന അതേ രൂപത്തിൽ നാം മനസ്സിലാക്കുകയും അവരുടെ ഫഹമിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ സമീപിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബ അൻ-നുജൂമു അത്തസ്-സമാഉ മാ തുഅദ്
وأنا أمنة لأصحابي فإذا ذهبت أتى أصحابي ما يوعدون وأصحابي أمنة لأمتي فإذا ذهب أصحابي أتى أمتي ما يوعدون. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഹദീസാണ് സഹോദരന്മാരെ ഇത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നക്ഷത്രങ്ങൾ ആകാശത്തിന് സുരക്ഷയാണ്. നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ അഥവാ അവ ഉതിർന്നു വീണാൽ, ഖിയാമത്തിന്റെ അലാമത്തായിട്ട് നക്ഷത്രങ്ങൾ ഉതിർന്നു വീണു കഴിഞ്ഞാൽ ഖിയാമത്തിനായ അല്ലാഹു വാഗ്ദത്തം ചെയ്ത അത് ആകാശത്ത് സംഭവിക്കുകയായി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ എന്റെ സഹാബത്തിന് സുരക്ഷയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സഹാബത്തിന് എന്താണോ പറയപ്പെട്ടിട്ടുള്ളത് അത് സംഭവിക്കും. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അക്കാലഘട്ടത്തുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ടുള്ള പരിഹാരം നൽകുകയും അങ്ങനെ സഹാബികൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഒരു സുരക്ഷയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് അവർക്കിടയിൽ സംഭവിക്കാനുള്ള പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാവും. ഇനി പറയുന്ന മൂന്നാമത്തെ കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഅസ്ഹാബി അമനത്തുൽ ലിഉമ്മത്തി, എന്റെ സഹാബത്ത് എന്റെ ഉമ്മത്തിനുള്ള സുരക്ഷയാണ്. ഫഇദാ ദഹബ അസ്ഹാബി, എന്റെ സഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദുൻ, എന്റെ ഉമ്മത്തിന് എന്തെന്നാണോ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് സംഭവിക്കും. എന്ന് വെച്ചാല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തില് വ്യതിചലിച്ച ചിന്താഗതികളും അതേപോലെ തന്നെ വലാലത്തിന്റെ ആളുകളും മേൽക്കോയ്മ നേടുകയും ആ നിലക്കുള്ള ഫിത്നകളും കുഴപ്പങ്ങളും സംഭവിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ കൃത്യമായിട്ട് മാർഗനിർദ്ദേശം നൽകുകയാണ്. സഹോദരന്മാരെ, ഈ ഹദീസ് നമ്മളൊരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം സഹാബികളുടെ ആ കാലഘട്ടത്തുണ്ടായിരുന്ന സമൂഹത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയാദർശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സമൂഹമാണ് സഹാബത്ത് എന്നതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തുണ്ടായിരുന്ന ലലാലത്തിനെയും ബിദ്അത്തുകളെയും സഹാബികളാകുന്ന സുരക്ഷ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സുന്നത്തും ദീനും അധ്യാപനങ്ങളും വളരെ കൃത്യമായി അവർ ജീവിതത്തിൽ പുലർത്തിയതാണ് അവർക്ക് ആ നിലക്കുള്ളൊരു രക്ഷ കിട്ടുവാനുള്ള കാരണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ അവരുടെ ജീവിതത്തെ സുരക്ഷമായിട്ട് സംരക്ഷിച്ചിരുന്നു. മാത്രമല്ല, പല സന്ദർഭങ്ങളിലും പല ബിദ്ഈ കക്ഷികളും പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത സഹാബികൾ അവരുടെ ലലാലത്തിനെ എതിർക്കുവാൻ വേണ്ടി അവർ ലലാലത്തിലാണ്, വഴികേടിലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സഹാബത്തിനെ കൈവെടിഞ്ഞു എന്നതാണ് അവർ ലലാലത്തിലേക്ക് പോകുവാനുള്ള കാരണം. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം നമ്മൾക്ക് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്. എന്താ പറഞ്ഞത്? എന്റെ സഹാബത്ത് എന്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. ആ സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഉമ്മത്തിന്
എന്താണോ സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം ചെയ്തിട്ടുള്ള അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത്തരം ഫിത്നയിൽ നിന്നും ലലാലത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ആദർശം നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിലെ അമീറായിരിക്കുന്ന കാലഘട്ടത്ത് അന്ന് തന്നെ അവിടെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മറ്റൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത സഹാബിയായിരുന്നു. ചരിത്രം നിങ്ങൾക്കറിയുന്നതുകൊണ്ട് ഞാൻ നീട്ടി വലിച്ചു പറയുന്നില്ല. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സുബഹിയുടെയും എത്രയോ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ വട്ടത്തിലിരുന്നു കൊണ്ട് ജമാഅത്തായിട്ട് കൂട്ടമായിട്ട് ദിക്റുകൾ ഒരാൾ പറയുന്നു, മറ്റുള്ളവരിങ്ങനെ ഏറ്റുപറയുന്ന ഒരു സംഭവം നമുക്കൊക്കെ സുപരിചിതമാണ്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. മറിച്ച് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ നേരെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ വീടിന്റെ പുറത്ത് കാത്തിരിക്കുകയും ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെ, അതിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നമ്മുടെ വിഷയമായിട്ട് അത് ബന്ധമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പക്ഷേ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിലേക്ക് വന്നുകൊണ്ട് അവനെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചാല്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് തന്നെ നാശത്തിലേക്ക് അടുത്തു? വഅസ്ഹാബു നബിയ്യിക്കും മുതവാഫിറൂൻ, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ധാരാളമായി ഉള്ള ഈ കാലഘട്ടത്ത് തന്നെ ഇത്ര പെട്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ നിങ്ങൾ ലലാലത്തിലേക്ക് പോവുകയാണോ? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിത കാലഘട്ടത്ത് ദീനിന്റെ കാര്യങ്ങള് നിങ്ങൾ പഠിച്ചറിയാതെ നിങ്ങൾ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ വ്യക്തമായ ലലാലത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഖവാരിജുകളുടെ പോലെ ഈ ദീനിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളവരാണ് എന്ന് പറഞ്ഞു. വളരെ കൃത്യമായി ഹദീസ് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം പറയുന്നത്, അന്ന് അവിടെ പള്ളിയിൽ ഈ ബിദ്അത്തിന് തുടക്കം കുറിച്ച ആളുകൾ കൃത്യമായിട്ട് ഖവാരിജുകളുടെ കൂടെ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടു എന്നുകൂടി ഹദീസ് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കൂട്ടത്തില് ഒരൊറ്റ സഹാബി പോലുമില്ല. അവിടെയാണ് സഹാബത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ബിദ്അത്ത് സഹാബികൾ ധാരാളമുള്ള കാലഘട്ടത്ത് അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി പോലും അവരുടെ കൂട്ടത്തിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് സഹാബത്തിന്റെ മാർഗത്തെ വിട്ടുകളഞ്ഞാല് ഏത് നിലക്ക് മനുഷ്യൻ അധപ്പതിക്കും എന്നുള്ളതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവാണ്. മാത്രമല്ല, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള വലിയൊരു വാദപ്രതിവാദമാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ഖവാരിജുകളുമായിട്ട് നേരിട്ട് തന്നെ നടത്തിയത്. നമ്മൾക്കെല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. നമ്മുടെ പണ്ഡിതന്മാർ പല സന്ദർഭങ്ങളിലും ആ കാര്യം വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ ദീനിലെ അമാനത്തുണ്ടാകണമെങ്കിൽ സഹാബത്തിന് ആവശ്യമാണ്, സഹാബത്തിന്റെ ഫഹം ആവശ്യമാണ്. സഹാബികളില്ലാത്ത ഏതൊരു സമൂഹം എത്ര നന്മ ഉദ്ദേശിച്ചാലും അവർ ലലാലത്തിന്റെ വാതിൽ തുറക്കുകയാണ് എന്ന് സഹാബികൾ തന്നെ വളരെ കൃത്യമായിട്ട് ആ കാലഘട്ടത്ത് ആ ആളുകളെ ഉണർത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുദീർഘമായിട്ടുള്ള വാദപ്രതിവാദമാണ്. വാദപ്രതിവാദ ചരിത്രത്തിലെ വളരെ
നിർണായകമായിട്ടുള്ള ഒരുപാട് അതിന്റെ ശൈലിയുമൊക്കെ പഠിക്കാൻ പറ്റിയ വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സഹാബത്തിന്റെ ഫഹ്മിനെ സ്വീകരിക്കാത്തത് കൊണ്ട് അവർക്കുണ്ടായ ഭവിഷ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്താണ്, അത്തൈതുക്കും മിൻ ഇൻദി അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അടുത്തെന്നാണ് ഞാൻ വരുന്നത്. വമിൻ ഇൻദി ഇബ്നു അമ്മിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനുമായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുയുടെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു വഅലൈഹിം നസലൽ ഖുർആൻ, ആ സഹാബത്തിന്റെ മേലാണ് ഖുർആൻ അവതരിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്ക് നേരെ കേൾക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച വിഭാഗമാണ് ഈ സഹാബത്ത്. വഅലൈഹിം നസലൽ ഖുർആൻ, അതുകൊണ്ട് തന്നെ ഫഹും അഅലമു ബിതഅ്വീലിഹി മിൻകും, ഖുർആനിന്റെ വിശദീകരണം നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് അവരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലൈസ ഫീകും മിൻഹും അഹദ്, നിങ്ങളുടെ കൂട്ടത്തില് ഒരു സഹാബി പോലും, ഒരു സഹാബി എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസിയായിക്കൊണ്ട് കാണുകയും ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വ്യക്തിയല്ലേ, ആ ഒരു സഹാബി പോലും അവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കാണുന്നില്ല എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ വാദപ്രതിവാദത്തിന്റെ മുഖവുരയായിട്ട് തന്നെ പരിചയപ്പെടുത്തി ഏതൊരു ദൗത്യവുമായിട്ടാണ് താൻ വന്നത് എന്ന കാര്യം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാണ് സഹോദരന്മാരെ ഞാൻ ഈ കാര്യം പറഞ്ഞെന്താണെന്ന് ചോദിച്ചാല്, എപ്പോഴും സത്യത്തിൽ നമുക്ക് അടിയുറച്ച് നിൽക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ശരിയായൊരു മാർഗത്തിലൂടെ നമുക്ക് ചലിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് സുരക്ഷയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സഹാബത്തിന്റെ ഫഹ്മിനെ തീർച്ചയായിട്ടും അവലംബിച്ചാലല്ലാതെ യാതൊരു രക്ഷയുമില്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്ത് സഹാബികളുടെ ഏകദേശം പ്രമുഖരായിട്ടുള്ള സഹാബികൾ കഴിഞ്ഞ അവസാന കാലഘട്ടത്ത് ഇത്തരം ബിദ്അഈ കക്ഷികൾ ഉടലെടുത്തപ്പോഴൊക്കെ അവർക്ക് സംഭവിച്ച അബദ്ധത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സഹാബത്തിന്റെ ഫഹ്മനുസരിച്ച് മനസ്സിലാക്കിയില്ല എന്നതാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അതാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രബോധന രംഗത്ത് നമുക്കൊരു അമാനത്തായിട്ട് നമ്മുടെ സുരക്ഷയായിട്ടുള്ളത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, ആ ഖുർആനും സുന്നത്തും ശരിയായ നിലക്ക് മനസ്സിലാക്കിയിട്ടുള്ള ആ സഹാബത്തിന്റെ ഫഹ്മുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ പ്രസിദ്ധമായ അൽ ഖസീദ നൂനിയയിൽ പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല സഹാബത്തുഹും ഉലൂ ഇർഫാനി. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണറിയോ? അത് ഖാല അല്ലാഹു ഖാല റസൂലുഹു, അല്ലാഹു പറഞ്ഞതും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും മാത്രമല്ല, ഖാല സഹാബ, സഹാബത്ത് ഖുർആനും ഹദീസിനെ കുറിച്ച് എന്ത് പറഞ്ഞു? അതാണ് കാരണം. ഹും ഉലു ഇർഫാനി, അവരാണ് ഖുർആനിനെയും ഹദീസിനെയും മറ്റേരെക്കാളും വ്യാഖ്യാനിക്കുവാനും അറിയുവാനും കഴിയുന്നവർ എന്നാണ് വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്തായാലും ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, സഹാബത്തിനോടുള്ള സമീപനത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്കുണ്ടായിത്തീരണം. എന്നാൽ അവർ മഅസൂമുകളാണ് എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം മനുഷ്യൻ എന്ന നിലക്ക് അവരുടെ ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് നമ്മുടെ ബാധ്യത എന്താണെന്ന് ചോദിച്ചാല് അവരുടെ വീഴ്ചകളെ കുറിച്ച് ഒരിക്കലും നമുക്ക് സംസാരിക്കാൻ അവകാശമില്ല. മറിച്ച്
അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളും ഈ ദീനിന്റെ സേവനങ്ങളും വളരെ കൃത്യമായിട്ട് സമൂഹത്തിന് പഠിപ്പിക്കുകയും അവരെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കുകയും ആ നിലക്ക് നമ്മൾ വിജയികളായി തീരുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ 8, 9, 10 ആയത്തുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഓതി വെച്ച ആയത്തില് പഠിപ്പിച്ചു തന്നത്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിരീങ്ങളെ കുറിച്ച് അൻസാർ പരാമർശിച്ചതിന് ശേഷം അവരാണ് സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളെ നൽകിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം. ഈ മുഹാജിറുകൾക്കും അൻസാറുകൾക്ക് ശേഷം വന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ബാധ്യത എന്താണ്? യഖൂലൂന, അവർ പറയും, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളുടെ നാഥാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. അതേപോലെ തന്നെ ഈമാൻ കൊണ്ട് മുൻകടന്ന ഞങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. വലാ തജൽ ഫീ ഖുലൂബിനാ ഗില്ല ലില്ലദീന ആമനൂ. സത്യവിശ്വാസികളോട് ഒരു നിലക്കുമുള്ള വിദ്വേഷം ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുത് നാഥാ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, നീ അതീവ ദയാലുവും അതീവ കാരുണ്യവാനുമാണ്. ഇതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ടാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, അന്നാസു അലാ സലാസി മനാസിൽ. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർ, വിശ്വാസികളുണ്ടല്ലോ, അവർ 3 അവസ്ഥകളിലാണ്. മൻസിലത്താണി, 2 പദവികൾ അത് കഴിഞ്ഞുപോയി. വബഖിയത് വാഹിദതൻ, ഒരു പദവി മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഫഅഹ്സിൻ മാ അൻതും കായിനൂന അലൈഹി അൻ തകൂനു ബിഹാദിഹിൽ മൻസിലത്തി അല്ലതി ബഖിയത്. ഈ അവശേഷിക്കുന്ന മഹത്തായ ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുവാൻ നിങ്ങൾ എന്തായാലും പ്രയത്നിക്കണമെന്ന് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് അദ്ദേഹം സുമ്മ ഖറ എന്നിട്ട് ആയത്തോതി. ഏത്? സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ എന്ന് തുടങ്ങുന്ന ആയത്തോതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? ഫഹാഉലാഇൽ മുഹാജിരീൻ. ഈ ഖുർആനിലെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളവർ മുഹാജിരീങ്ങളാണ്. ഫഹാദിഹിൽ മൻസിലത്തു ഖദ് മലത്. ഈ ഒരു സ്ഥാനം അല്ലെങ്കിൽ പദവി അത് കഴിഞ്ഞുപോയി. വീണ്ടും അദ്ദേഹം സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ ആയത്തോതി. വല്ലദീന തബവഉദ്ദാറ വൽ ഈമാൻ എന്ന ആ ആയത്തോതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ഹഉലാഇൽ അൻസാർ. ഈ ആളുകൾ അൻസാരികളാണ്. വഹാദിഹിൽ മൻസിലത്തു ഖദ് മലത്. അതേപോലെ തന്നെ ഈ പദവിയും കഴിഞ്ഞുപോയിരിക്കുന്നു. ഇവിടെ സഹോദരന്മാരെ, ആയത്തിൽ വളരെ കൃത്യമായിട്ട് അവരുടെ ആ സവിശേഷം എന്താണ്? ഉലൈക ഹുമുസ് സാദിഖൂൻ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവാചകന്മാർ കഴിഞ്ഞാലുള്ള പദവി. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ 2 മഹത്തായ പദവികള് അള്ളാഹു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം എന്താണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വിവരിച്ചുകൊണ്ട് 3-ാമത്തെ ആയത്തോതി വല്ലദീന ജാഊ മിൻ ബഅദിഹിം എന്ന സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്തോതിയിട്ട് എന്താ പറഞ്ഞത്? 2 സ്ഥാനങ്ങളും ഖദ് മലത് ഹാതാനി. ഈ 2 സ്ഥാനങ്ങളും കഴിഞ്ഞു. വബഖിയത് ഹാദിഹിൽ മൻസില. ഈ പദവിയാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഫഅഹ്സിൻ മാ അൻതും കായിനൂന അലൈഹി. ഈ പദവിയിൽ നിങ്ങൾ നല്ല നിലക്ക് അവശേഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. എന്താണ് ആ പദവി? വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, അൻ തസ്തഗ്ഫിറൂ ലഹും. സഹാബത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന, ഏത് സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു 3-ാമത്തെ പദവി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പദവിയില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കാൻ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണേ? മുന്നറിയിപ്പ് നൽകുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആ ഒരു പദവിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. ഒരു കാരണവശാലും സഹാബത്തിനിടയിലുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു നിലക്കുമുള്ള
ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല. ഇത് നമ്മൾ വെറുതെ പറയുന്നല്ല. മറിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സഹാബത്തിനെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് അതിന്റെ അപ്പുറം പോകാൻ പാടില്ല. നമുക്കറിയാലോ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, എന്റെ സഹാബത്തിലെ ഒരുത്തനെയും ഒരു സഹാബിയെയും നിങ്ങൾ ആക്ഷേപിക്കരുത്. അവരുടെ ജീവിതത്തിൽ എന്ത് തന്നെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, മാനുഷികമായിട്ടുള്ള എന്ത് തന്നെ അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ ഒരു സഹാബിയെയും ചീത്ത പറയാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയുമോ, ഫഇന്ന അഹദക്കും, നിങ്ങളിൽ നിന്ന് ഒരാള്, സഹാബിയല്ലാത്ത ഒരാള്, ലൗ അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ പോലും, മാ അദ്റക മുദ്ദ അഹദിഹിം, അവർ ചെലവഴിച്ച ഒരു പിടി, ആ ഒരു പിടി ദാനധർമ്മത്തോളം എത്തുകയില്ല, വലാ നസീഫുഹു, അതിന് പകുതി പോലും എത്തുകയില്ല എന്നാണ് വളരെ കൃത്യമായിട്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. സഹോദരന്മാരെ, ഈ ഹദീസ് വളരെ കൃത്യമായിട്ട് പഠിക്കുന്നൊരു മനുഷ്യൻ, സഹാബത്തിന് മനുഷ്യൻ എന്ന നിലക്ക് ജീവിതത്തിലുള്ള അബദ്ധങ്ങൾ, അവരൊരിക്കലും വഴികേടിൽ പോയിട്ടില്ല, അവരൊരിക്കലും സ്വർഗത്തിന്റെ ആളുകളാണ്. ആ നിലക്ക് അവർക്ക് സ്വർഗം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും അവരെന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പിന്നെ മാനുഷികമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഹദീസ് പഠിക്കുന്ന ഏതൊരു മനുഷ്യനും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച തന്നെ ചെയ്യാൻ മുതിരുകയില്ല. മറിച്ച് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുക. എന്താണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ രണ്ട് കൈ ചേർത്ത് വെച്ച് ഒരു കോര്, അത് നിറച്ചല്ല, ഒരു മിനിമം കോര, അതാണ് ഒരു മുദ്. അപ്പോ ഉഹദ് മലയോളം ഒരാള് ദാനധർമ്മം ചെയ്താൽ പോലും സഹാബത്ത് ഒരു മുദ് ചെയ്ത അത്ര പോലും എന്തില്ല, അവർക്ക് അവരുടെ സ്ഥാനത്ത് ആ പ്രതിഫലം എന്ത് ചെയ്യില്ല, ലഭിക്കില്ല. ആ ഒരു സ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ കഴിയില്ല. സഹോദരന്മാരെ, ഉഹദ് മല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ, 7 കിലോമീറ്റർ നീളം, 2 അല്ലെങ്കിൽ 2-3 ഇടയിൽ കിലോമീറ്റർ വീതി, 350 മീറ്റർ ഉയരമുള്ള ഒരു വലിയ മദീനത്തെ പർവ്വതമാണ് ഉഹദ് മല. അപ്പൊ അത് എത്രത്തോളം അതിന്റെ വേരും ഒക്കെപ്പാട് നോക്കുകയാണെങ്കിൽ, ഒരു പർവ്വതത്തിന് അതിന് വേരുണ്ട് എന്നറിയാലോ, എത്രയോ പുറത്ത് കാണുന്നു, അതിനേക്കാൾ എത്രയോ ഇരട്ടി എന്തുണ്ട്, അതിന് വേരുമുണ്ട്. അപ്പോ അത്രയും ഒരാൾ ചെലവഴിച്ചാൽ പോലും സഹാബത്തിന്റെ സ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ കഴിയുകയില്ല. സഹാബത്ത് ചെലവഴിച്ച ഒരു ചെറിയ ആ ഒരു ത്യാഗത്തിന്റെ അടുത്ത് പോലും നമുക്ക് എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സഹാബത്തിന് കുറ്റം പറയാൻ പാടില്ല. എന്താ കുറ്റം പറയാന്ന് പറഞ്ഞാൽ സഹാബത്തിന് ചീത്ത വിളിക്കുക അല്ല. അറബി ഭാഷയിൽ സബ്ബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോ അതിന് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് അറബി ഭാഷയിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി തന്റെ അസ്സാരിബുൽ മസ്ലൂൽ അലാ ഷാത്തിമിർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ സബ്ബ് എന്ന് പറഞ്ഞാല് ഹുവൽ കലാമുൽ ലദീ യുഖ്സദു ബിഹിൽ ഇന്തിഖാസ്, ഒന്നുകിൽ ചില വാക്കുകൾ ഉപയോഗിക്കുക, അത് സഹാബത്തിന്റെ സ്ഥാനത്തിന് കുറവാക്കുന്ന രൂപത്തില്, എന്ന് വെച്ചാൽ കുറച്ച് കാണിക്കുന്ന രൂപത്തില്, അല്ലെങ്കിലോ വൽ ഇസ്തിഗ്ഫാഫ്, സഹാബത്തിനെ തരം താഴ്ത്തുന്ന രൂപത്തിലോ, അവർക്കെന്തെങ്കിലും നിലക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനത്തിനോ പദവിക്കോ അല്ലെങ്കിൽ മഹത്വത്തിനോ കുറവ് വരുന്ന രൂപത്തിലോ ഒരു വാക്ക് പറയുന്നതാണ് സത്യത്തിൽ ഇവിടെ സബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശം. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് മാത്രമല്ല സഹോദരന്മാരെ, ഈ ഹദീസ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാൻ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താണെന്നറിയോ സഹോദരന്മാരെ? മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയൊരു മാനസികമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് വിഷമമുണ്ടാകുന്ന രൂപത്തിൽ എന്തോ ഒരു ചീത്ത പറഞ്ഞു. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം ഗൗരവത്തോടുകൂടി ഉപദേശിക്കുന്നത്. നോക്കൂ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മോശക്കാരനല്ല. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച വ്യക്തിയാണ്. ദാറുൽ അർഖം ഇബ്നു അബിൽ അർഖമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് പ്രത്യേകം സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽപ്പെട്ട ഒരാളാണ്. എന്നാൽ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സുൽഹുൽ ഹുദൈബിയയ്ക്ക് ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്തു തന്നെ സ്ഥാനങ്ങളും മഹത്വങ്ങളും ഉണ്ടെങ്കിലും മുമ്പ് കടന്നു വന്ന വ്യക്തികളെ കുറ്റം പറയാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ് എന്ന് സഹാബികളിൽ പെട്ടവനല്ല എന്നല്ല സമർത്ഥിക്കുന്നത്. മറിച്ച് എന്താണ് ഖാലിദേ, ഈ ഇസ്ലാമിന് സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാലഘട്ടത്ത് എല്ലാവിധ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീനിന് ത്യാഗം ചെയ്ത വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്? വളരെ വലുതാണ്. ആദ്യ കാലഘട്ടത്ത് അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാറുകളിലും മുഹാജിരീങ്ങളിലും പെട്ട ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് അവർക്ക് ഒരു പ്രത്യേക പദവിയുണ്ട്. എന്നാൽ ഖാലിദ് റളിയല്ലാഹു അൻഹു മോശക്കാരനല്ല. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇസ്ലാമിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത വ്യക്തിയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മുഅ്ത യുദ്ധത്തോടനുബന്ധിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിഷമിപ്പിച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മോശക്കാരനല്ല എന്നതിന് തെളിവായിട്ടാണ് ഞാൻ എന്താണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി ബാബ് ഗസ്വത്ത് മുഅ്ത എന്ന ആ ബാബിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് മിനർ ഷാം. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ മുഅ്ത യുദ്ധത്തിന്റെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖ്ബിറൻ ബിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സഹാബത്തിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖബ്ല അയ്യതി അന്നാസുൽ ഖബർ മിൻ സാഹത്തിൽ ഖിതാൽ, യുദ്ധസ്ഥലത്തു നിന്നും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾ വാർത്തയുമായി വരുന്നതിന് മുമ്പ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിലൂടെ വിവരം ലഭിക്കുകയാണ്. എന്താ വിവരം ലഭിക്കുന്നത്? അഖദർ റായത്ത് സയ്യിദ് ബിൻ ഉസാമ, സയ്യിദ് റളിയല്ലാഹു അൻഹു ഇദാ ഇസ്ലാമിന്റെ പതാക ഏറ്റെടുക്കുകയും മുഅ്ത യുദ്ധത്തിൽ ശത്രുക്കളോട് പോരാടുകയും ചെയ്യുന്നു. ഫഉസീബ, അങ്ങനെ അദ്ദേഹം ഷഹീദായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുറിവ് പറ്റുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ثم أخذ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നീടതാ ഇസ്ലാമിന്റെ പതാക ഏന്തിക്കൊണ്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടുകയാണ്. ഫൗസീബ, അദ്ദേഹവും ഇതാ മരിച്ചു വീണിരിക്കുന്നു. ثم أخذ അബ്ദുല്ലാഹ് ബിൻ റവാഹ, ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഇതാ മൂന്നാമതായിട്ടും പതാക ഏറ്റെടുത്തിരിക്കുന്നു. ഫൗസീബ, അദ്ദേഹം ഷഹീദായി കൊണ്ട് യുദ്ധക്കളത്തിൽ വീണിരിക്കുന്നു. വഅൈനാഹു തദ്റുഫാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം വിശദീകരിക്കുന്ന സമയത്ത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഹത്താ അഖദർ റായ, ഇതാ ഇപ്പോൾ മുസ്ലിങ്ങളുടെ പതാകയും നേതൃത്വവും ഏറ്റെടുത്തിട്ടുള്ളത് സൈഫും മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളുകളിൽപ്പെട്ട ഒരു വാളാണ്. ഹത്താ ഫതഹല്ലാഹു അലൈഹിം, അങ്ങനെ ആ സൈഫുല്ലാഹി മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകിയിരിക്കുന്നു. സഹോദരന്മാരെ, സൈഫുല്ലാ എന്നാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത്.
അങ്ങനത്തെ ഖാലിദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ആദ്യകാല മുസ്ലിമായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തസുബ്ബു അസ്ഹാബി അഹദൻ മിൻ അസ്ഹാബി, എന്റെ സഹാബത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ചീത്ത വിളിക്കരുത്. അപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരാൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് മുൻഗാമികളായിട്ടുള്ള, അതിനു മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള സഹാബത്തിനെ ചീത്ത പറയാൻ, അല്ലെങ്കിൽ സ്ഥാനം കുറച്ച് കാണിക്കാൻ, നിസ്സാരനാക്കാൻ അധികാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടില്ലെങ്കിൽ, സഹോദരന്മാരെ, അതിനുശേഷമുള്ള താബികളോ അല്ലെങ്കിൽ തബഉ താബികളോ അല്ലെങ്കിൽ മറ്റു ശേഷമുള്ള ആളുകൾക്ക് പോലും അതിനെന്തില്ല? അധികാരമില്ല. എത്ര വരെ എന്ന് ചോദിച്ചാൽ, മഹാന്മാരായിട്ടുള്ള സലഫി പണ്ഡിതന്മാര് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അവർക്ക് പോലും ചീത്ത പറയാൻ അധികാരമില്ലെങ്കിൽ, സഹാബത്തിനെ കുറച്ച് കാണിക്കാൻ അധികാരമില്ലെങ്കിൽ, ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ താബികളുടെ കാലഘട്ടത്തുള്ള ആളുകൾക്ക് പോലും അധികാരമില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് പിൽക്കാലത്ത് വന്ന ആളുകൾക്ക് സഹാബികൾ ദുഷിച്ചു പറയാൻ അവർക്ക് എന്ത് അധികാരമാണ്? സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ. ഈ 14 നൂറ്റാണ്ട് അവസാനത്തെ സഹാബിയും മരണപ്പെട്ടു പോയതിനു ശേഷം 13 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ഈ ഉമ്മത്ത് മുസ്ലിമത്തില് ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് സഹാബികളെ ഈ നിലക്ക് വളരെ മോശമായിട്ടും താഴ്ത്തിക്കെട്ടുന്ന രൂപത്തിലും സംസാരിച്ചു കഴിഞ്ഞാൽ, സഹോദരന്മാരെ, ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും നമ്മൾ അതിന് അനുവദിക്കുകയില്ല. ശക്തിയായിട്ട് തന്നെ അവരുമായി നമ്മൾ നമ്മുടെ പ്രസംഗങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ പോരാടണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇല്ലാത്തൊരു അധികാരം എങ്ങനെ ഇക്കാലഘട്ടത്തുള്ള ആളുകൾക്ക് ലഭിക്കും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു സംഭവം, സഹോദരന്മാരെ, മഹാനായ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. ആദ്യകാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഞാൻ ചുരുക്കുകയാണ്, എന്റെ സമയം അവസാനിക്കാനായതുകൊണ്ട് സംഭവം ചുരുക്കി പറയുകയാണ്. സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഫത്ഹ് മക്ക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ അടക്കുവാനുള്ള ആ ഒരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് രഹസ്യമാക്കി വെച്ചിരുന്നു. അവിടുത്തെ വേണ്ടപ്പെട്ട ചില സഹാബത്തിന് മാത്രമേ വിവരം എന്ത് ചെയ്യുന്നുള്ളൂ? അറിയിച്ചിരുന്നുള്ളൂ. അങ്ങനത്തെ പ്രധാനപ്പെട്ട സഹാബിയാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ഈ ഒരു ഫത്ഹ് മക്കയെ കുറിച്ചുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചുരുങ്ങിയ സഹാബികൾക്ക് മാത്രമാണ് അറിയിച്ചു കൊടുത്തത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എത്തുകയാണ്. എന്താ വഹി എത്തുന്നത്? ഇന്ന സ്ഥലത്ത് റൗൽഹാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ അടുക്കൽ ഒരു എഴുത്തുണ്ട്. ആ എഴുത്തുമായിട്ട് വരണമെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റു റിപ്പോർട്ടില് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും അയച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ റൗളത്തുഹാ എന്ന സ്ഥലത്തെത്തി. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീയെ കണ്ടു. അവരോട് കത്ത് ആവശ്യപ്പെട്ടു. ആ കത്ത് ആവശ്യപ്പെട്ട് കൊടുത്തില്ല. പിന്നെ അതിനുള്ളൊരു ശൈലി ഉപയോഗിച്ച് സ്വാഭാവികമായിട്ട് കത്ത് എന്ത് ചെയ്ത് അവർ പേടിച്ച് കൊടുത്തു. അപ്പൊ എന്താ കത്തിലുള്ളത്? സഹോദരന്മാരെ ചിന്തിക്കണം, ഞാൻ ചുരുക്കുകയാണ്. എന്താ കത്തിലുള്ളത്? മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ഇലാ ഖുറൈശ്, ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഖുറൈശികൾക്ക് എഴുതിയാണ്. എന്താണ്? തുഖ്ബിറുഹും ബിമസീരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം വിജയിച്ചടക്കുവാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്ത ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചെയ്ത് അറിയിച്ചു കൊടുത്തു.
ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഫഖാല മാ ഹാദാ യാ ഹാത്തിബ്, ഹാത്തിബേ നിനക്കെന്തു പറ്റി, എന്താണ് ഈ കാണുന്നത്? അപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തഅജൽ അലയ്യ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഒരിക്കലും ധൃതി കൂട്ടരുത്. കാരണം വല്ലാഹി ഇന്നീ ലമുഅ്മിനും ബില്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിൻ തന്നെയാണ്. വമർത്തദത്തു, ഞാൻ ഒരിക്കലും മുർത്തദ്ദായിട്ടില്ല. വലാ ബദ്ദൽതു, ഞാൻ ദീനിൽ നിന്ന് മാറിയിട്ടുമില്ല. വലാകിൻ ഇംറുഉൻ മുൽസഖുൻ ഫീ ഖുറൈശ്, പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മക്കയിൽ അടിസ്ഥാനപരമായിട്ട് അവിടെ വന്ന് താമസിച്ച ആളാണ്. മറ്റൊരു സ്ഥലത്തു നിന്നും കുടിയേറി പാർത്ത ആളാണ്. ലസ്തു മിൻ അൻഫുസിഹിം, അവരിൽപ്പെട്ട ഒരാളല്ല. പക്ഷേ വലിയ ഫീഹിം അഹ്ലും വ അശീറത്തും വ വലദ്, എനിക്കവിടെ ചില കുടുംബങ്ങളും അതേപോലെ തന്നെ എന്റെ മകനൊക്കെ അവിടെ ഉണ്ട്. വലൈസ ലീ ഫീഹിം ഖറാബത്തുൻ യഹ്മൂനഹും, എനിക്ക് അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു അയൽവാസികളോ കുടുംബക്കാരോ സംരക്ഷിക്കാനുള്ള കുടുംബക്കാരനില്ല. വകാന മൻ മഅകലഹും, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോടൊപ്പമുള്ള സഹാബികൾക്കാവട്ടെ അവർക്ക് ഖറാബത്തുൻ യഹ്മൂനഹും, അവരെ സംരക്ഷിക്കുവാനുള്ള അവരുടെ കുടുംബക്കാരുണ്ട്. ഫഅഹ്ബബ്തു ഇദാ ഫാതനി ദാലിക, നമ്മുടെ ഈ പ്ലാൻ എങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ അൻ അത്തഖിദ ഇൻദഹും യദൻ യഹ്മൂന ബിഹാ ഖറാബതി, എന്റെ കുടുംബത്തെ രക്ഷിക്കുവാനുള്ളൊരു മാർഗമായിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ കാര്യം അവിടെ എന്ത് ചെയ്യണം, തുറന്നു പറയാണ്. അപ്പോഴോ ഫഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു നഖഹു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് അനുമതി തരണം അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടുവാൻ. ഫഇന്നഹു ഖദ് ഖാനല്ലാഹു വറസൂലഹു, അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചിരിക്കുന്നു. വഖദ് നാഫഖ, കാപട്യം കാണിച്ചിരിക്കുന്നു. നോക്കൂ, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയ ഗൗരവമായിട്ടുള്ളൊരു ഗുരുതരമായിട്ടുള്ള പിഴവാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹു ഖദ് ഷഹിദ ബദ്റാ, അദ്ദേഹം ബദറിൽ സാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ്. വമാ യുദ്രീക യാ ഉമർ, ഉമറേ നിനക്കെന്തറിയാം, ലഅല്ലല്ലാഹു ഖദ് ഇത്തല അലാ അഹ്ലി ബദർ, ബദറിന്റെ ആൾക്കാരുടെ ഉദ്ദേശശുദ്ധി അല്ലാഹു അറിഞ്ഞിരിക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാൻ അറിഞ്ഞിരിക്കുന്നു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ച് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഫദറഫത് ഐനാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണുകളും മുഴുകിപ്പോയി. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ, പക്ഷേ ഞാൻ അറിയാതെ പറഞ്ഞുപോയി എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, പറയുകയാണ്. അപ്പോ സഹോദരന്മാരെ, പ്രത്യക്ഷത്തിൽ അവരുടെ ജീവിതത്തിലുള്ള ഇത്തരം വീഴ്ചകൾ അത് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഈ ഒരു സംഭവം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, എന്താണ് ഈ റവാഫികളുടെ അവസ്ഥ, എന്താണ്, അതേപോലെ തന്നെ ഇസ്ലാമിനെ സമഗ്രമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഇസ്ലാം 4 വാള്യങ്ങൾ എഴുതിയപ്പോൾ അവർ സഹാബത്തിനെ കുറിച്ച് പരാമർശിച്ചതിന്റെ അവസ്ഥ എന്താണ്? സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ളതാണ്. മഹാനായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, ഇങ്ങനെ സഹാബികളിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ ഇസ്ലാമിനെ കുറിച്ച് സമഗ്രമായിട്ട് പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന മതരാഷ്ട്രവാദക്കാർ എന്തെല്ലാം നിലക്കാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? പഠിച്ചവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, വിടൂല. കാരണം എന്തറിയോ, ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനേക്കാളും എത്രയോ വലിയ സ്ഥാനമാണ്. മുസ്ലിം സമൂഹത്തിനിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള വിഭാഗം സഹാബത്താണ്. ആ സഹാബികളിലെ ഏറ്റവും
ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമതായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഉമ്മത്തിലെയും മുഅ്മിനത്തായിട്ടുള്ള എല്ലാ ഉമ്മത്തിലെയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുടെ അവസ്ഥ പരലോകത്ത് എന്തായിരിക്കും സഹോദരന്മാരെ? അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി വിഷയങ്ങൾ പഠിക്കണം നമ്മള്. സഹാബത്ത് എന്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പ്രായോഗികമായിട്ട് സഹാബത്തിന്റെ വിഷയത്തില് ഏത് സമീപനം സ്വീകരിക്കണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള മാർഗരേഖ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ട്, ആ കൃത്യമായിട്ടുള്ള പാത നമുക്ക് കാണിച്ചു തന്നിട്ട് അതിൽ നിന്ന് നാം വ്യതിചലിച്ചു കഴിഞ്ഞാൽ ആകെ അവശേഷിക്കുന്ന വിശ്വാസികളുടെ മൂന്നാമത്തെ സ്ഥാനമായിട്ടുള്ള വല്ലദീന ജാഊ മിൻ ബഅദിഹിം എന്ന സൂറത്തുൽ ഹശറിലെ 10ാമത്തെ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ആ സ്ഥാനത്ത് പോലും ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും സഹോദരന്മാരെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവർക്കിടയിലുള്ള ഏത് വിഷയങ്ങളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യരുത്, മോശമായിട്ട് സംസാരിക്കരുത്. ഒരു വിശ്വാസിക്ക് തന്നെ എന്തെങ്കിലും നിലക്കുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു നിലക്കും അത് ന്യായീകരിക്കാൻ കഴിയാതെ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ അവര് അതിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമീപനം സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആ സഹാബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിനെയും നമ്മുടെ ഇസ്ലാമിനെയും വളരെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് സഹാബത്തിനെ കുറിച്ച് സദ്വിചാരത്തോടുകൂടി ജീവിക്കുവാനും മരണപ്പെട്ടു പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. പടച്ച തമ്പുരാനെ, സഹാബത്തിനെ ആക്ഷേപിക്കുന്നവർ ആരായാലും ശരി, അവർക്കെതിരെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആയുസ്സുള്ളിടത്തോളം കാലം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടാനുള്ള ശക്തി അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണമേ. പടച്ച തമ്പുരാനെ, ആ സഹാബത്തിന് നീ പുറത്തു കൊടുക്കണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ദീനെത്തിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കൃത്യമായിട്ട് ഞങ്ങൾക്ക് ദീനെത്തിച്ചു തന്ന ആ സമൂഹത്തിനെതിരെ ആര് എതിർത്ത് സംസാരിച്ചാലും അള്ളാഹുവെ അവർക്കെതിരെ സംസാരിക്കുവാനുള്ള അറിവും കഴിവും തന്റെ ഇടവും ഞങ്ങൾക്ക് നൽകണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.